ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വെളുപ്പിന് 4 മണിയായിട്ടാണ്. ഈ വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ ഈ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണെന്നല്ലേ, ബാംഗ്ലൂരിലോട്ടാ പോണത്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലോട്ട് പോയ കാഴ്ചയൊക്കെ കണ്ടിട്ട് വന്നാലോ. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലാണ്. എയർപോർട്ടിൻ്റെ അകത്തല്ല കേട്ടോ, പുറത്താണ് ഞങ്ങൾ. ഒരു ഫാമിലി കൂടി വരാനുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ഞങ്ങൾ പിന്നെ കുറച്ച് റീൽസും അതൊക്കെ എടുത്ത് അവിടെ തന്നെ ഇരുന്ന് അവർ വരുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറും. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടി. കണ്ടില്ല എന്താ വലിയ ഫ്ലൈറ്റാ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിന് നേരിട്ട് കാണുന്നത്. കൊളംബോ ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ പോവാണ്. കയറി അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് അത്യാവശ്യം സ്ഥലമൊക്കെയാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെത്തി. അവിടെ ടോയ്ലറ്റ് വെച്ചെടുത്ത വീഡിയോ ആണിത്. അങ്ങനെ ഞങ്ങൾ ട്രാവലർ അവിടെ കുറച്ച് നീട്ടാണ്. അപ്പം ഞങ്ങൾ ആ ട്രാവലറുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. ഡൈനോസർ ഒറിജിനലൊന്നുമല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യത്തൊന്നുമില്ല. കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല പേടിയായി, വായൊക്കെ പൊളിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ബസ്സിൽ കയറി നമ്മൾ കുറേ ടൂറൊക്കെ പോവാണ്, വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങളെ കൂടെ വേറെ ഫാമിലി വന്നിട്ടുണ്ട്. അടുത്ത് ഞങ്ങൾ പോയത് ഒരു കൊട്ടാരത്തിലൊക്കെയാണ്. ഈ കൊട്ടാരത്തിൽ താമസിച്ച ആളുടെ പേരൊന്നും എനിക്കറിയില്ല. പേരൊന്നും അറിയാത്ത കാരണം പറയണമൊന്നുമില്ല. ഭയങ്കര വലിയ കൊട്ടാരമൊന്നുമല്ല കേട്ടോ, ഇത് ചെറിയ കൊട്ടാരമാണ്. പിന്നെ ഇത് വാളാണ് ഈ സാധനം. പിന്നെ ഞങ്ങൾ രാത്രി റൂമിലെത്തിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി. മുകളിലാണ് ഞങ്ങളുടെ നില. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങണ്ടേ, അപ്പോൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ നിന്നാണ് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങണത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ചില സ്ഥലത്തോട്ട് പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഡ്രൈവർ കുറേ സമയമാവും വരാനെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് റീൽസും കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അടുത്തത് ഞങ്ങൾ പോണത് സൂവിലോട്ടാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സൂവിലോട്ട് ആണ് പോണത്. ഇവിടെ ഞാൻ കാണാത്ത കുറേ മൃഗങ്ങൾ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചായ കുടി, ഭക്ഷണം കഴിക്കലൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തില്ലെന്നുള്ളൂ. അതും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നീണ്ടു കിടക്കണ പോലെ തോന്നും നിങ്ങൾക്ക്. പിന്നെ ഇത് മയിലാട്ടാ. മയിലിപ്പം തിരിഞ്ഞാൽ നിൽക്കണേ. എന്താ ഇത് ചാടണുണ്ട് കേട്ടോ. മയിൽ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക. അല്ല, ബാലാട്ടാന്ന് തോന്നണത്. മയിലെന്താ തിരിയാത്ത? തിരിഞ്ഞിട്ടാ. തിരിഞ്ഞ് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. എല്ലാവരെയും കാണിച്ച് ഷോ കാണിക്കുന്നുണ്ട് മയിൽ. പിന്നെ ഇത് ക്രെയിനാണ്. നല്ല വലിയ സൈസുള്ള ക്രെയിനാട്ടാ. ക്രെയിനിനെയൊക്കെ ഞാൻ പാടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത് വെള്ളമയിലാണ്. ഇതാണെങ്കിൽ പീലി വിടർത്താണ്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ആൺമയിലാട്ടാ. പിന്നെ അതെ പാരറ്റുകൾ, അതായത് തത്ത. പിന്നെ മങ്കി. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. വേറെ അതിരപ്പള്ളി അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്.
അടുത്തത് ഇതേ പുലിയാണ്. കണ്ട ഈ പുലിയൊക്കെ കണ്ട നാളെ അടുത്തേ കൂടെ ആട്ടാ പോണേ. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. തൊട്ടടുത്തേ കൂടെയൊക്കെയാണ് ഈ പുലികൾ പോണത്. കണ്ടാ നോക്കിയേ, തൊട്ടടുത്തേ കൂടെയൊക്കെ ആട്ട പോയേ. അടുത്തത് വരയമ്പുലിയാണ്. ആ മൂലയ്ക്ക് പോയി കിടക്കാട്ടെ സാറ്. അത് കാരണം അതിനെ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, എൻ്റെ തല മാത്രം കണ്ടുള്ളൂ. അടുത്തത് സിംഹം കേട്ടാ, നല്ല മുടിയൊക്കെ വളർത്തിയിരിക്കണ ആ സിംഹമാണിത്. അതും ആ മൂലയ്ക്ക് തന്നെ പോയിരിക്കുന്നുണ്ട്. അടുത്തത് പെൺസിംഹമാണ്. ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കുന്നുണ്ട്. 2 കൈ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടാട്ടെ നിൽക്കണേ. മരത്തിൻ്റെ അടുത്ത് പോയി ചാരി നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ ആൺസിംഹമുണ്ട്. ഇതേ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടിട്ട് പാവമായിട്ട് തോന്നണം, പക്ഷെ അടുത്ത് ചെന്നാലേ അറിയുള്ളൂ അതിൻ്റെ സ്വഭാവം. അടുത്തത് സിംഹവാലൻ കുരങ്ങനാട്ടാ. ഇതിനെന്താണെന്നറിയാം ഇങ്ങനത്തെ പേര്. സിംഹത്തിൻ്റെ വാല് പോലെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ വാല്, അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ പേര്. ഇത് ചിലർ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതും സാധാരണ കുരങ്ങ് തന്നെയാണ്. വീഡിയോക്ക് ചിരിക്കേണ്ടിട്ടത്, ചിരിച്ച് നിൽക്കണ്ട നല്ല ഇതിൽ. കണ്ട ചിരിക്കണ്ട, രസമുണ്ടല്ലോ കാണാൻ. അടുത്തതും കുരങ്ങൻ തന്നെ ചിരിച്ച് നിൽക്കണ അവിടെ ഇരിക്കുക കേട്ടോ. അത് ഇവിടെ തന്നെ വേറെ ഉണ്ട് കേട്ടാ. അതെ, പിന്നെ ഇത് ഗൊറില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മരത്തിൽ കയറിയിട്ടാ നിൽക്കണേ. അതെ, മരത്തിൽ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ അതേ താഴത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. ചാടി ഇറങ്ങി വരുന്ന കണ്ടില്ലേ. കയറുമ്മയൊക്കെ പിടിച്ച് ഓടി പോകുന്നുണ്ട് അങ്ങോട്ട്. ആരോ വിളിച്ച പോലെ ആട്ടെ ഈ ഗൊറില്ല പോണത്. അടുത്തത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ചീറ്റപ്പുലി. നോക്കി വായം പൊളിച്ച് വന്ന് നിൽക്കണ കണ്ട. പിന്നെ ഇവിടെ ചില്ലുള്ള കാരണം പേടിക്കണ്ട, പുലി വന്നാലും ഒന്നും ചെയ്യില്ല. പിന്നെ ഇവിടെ വര പോലെ മാന്തിയേക്കണല്ലോ, അത് പുലി മാന്തിയതായിരിക്കും എനിക്ക് തോന്നണത്. പിന്നെ കരടിക്കുട്ടൻ. കരടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണണേ. ഈ കരടീനെ കണ്ടിട്ട് പാവമായിട്ട് തോന്നും, പക്ഷെ ചെന്നാലേ മനസ്സിലാവുള്ളൂ. കണ്ട മണ്ണ് കുഴിക്കുന്നുണ്ട്, മണ്ണെടുത്ത് തിന്നാണത്. എന്താണെന്നൊക്കെയോ കാണിക്കുന്നുണ്ട്. അടുത്തത് കുറുക്കനാണ്. കുറുക്കനെ കണ്ടപ്പോൾ എനിക്ക് കുറുനരീനെ കേട്ടോ ഓർമ്മ വന്ന്, ഡോറയിലത്തെ. അടുത്തത് മാൻകുട്ടന്മാരാണ്. മാനൊക്കെ ഞാൻ എപ്പോഴേ കണ്ടിട്ടുള്ളതാ. മാനിനെയൊക്കെ വേറെ സ്ഥലത്തോട്ട് പോയപ്പോൾ മാനിനെയൊക്കെ കണ്ടിട്ടുള്ളതാ. ഇത് മറ്റേ സംഭവം തന്നെ. ഇത് മ്ലാവാട്ടാ, മാനല്ല, ഇത് മ്ലാവാണ് വരുന്നത്, മ്ലാവ്. ഇത് പാമ്പുകളുടെ സെക്ഷനാണ്. കുറേ പാമ്പുകളുണ്ട്. സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് പോലും മനസ്സിലായില്ല എവിടെ പാമ്പൊക്കെ ഇരിക്കണേന്ന്. ഞാനത് കാരണം ഈ ഒരു പാമ്പിനെ എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാവാത്ത കാരണം ആ ഒരു ചില്ല് പോലത്തെ മരമൊക്കെ ഒന്ന് സൂം ചെയ്തെടുത്ത്. എനിക്കറിയില്ല എവിടെ പാമ്പ് ഇരിക്കണേന്ന്, അത് കാരണം ഞാൻ അങ്ങനെ എടുത്ത്. പിന്നെ ആ മരത്തിൽ ചുറ്റിയിരിക്കണണ്ടാ ഒരു പാമ്പ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ ഇത് കണ്ടാൽ കുഞ്ഞിതായിട്ടൊക്കെ തോന്നും. ഇത് ഇതിന് വിഷം ഇട്ടാ നല്ലോണം. പിന്നെ ഇത് ഇപ്പുറത്തുണ്ട് ഈ മരത്തിൽ തന്നെ ചുറ്റിയിരിക്കണ പാമ്പുകൾ. പിന്നെ അടുത്തത് കങ്കാരു ആട്ടാ. കുറച്ച് കഴിയുമ്പോൾ ചാടി പോന്നേക്കോ, പതുങ്ങി പുറത്തോട്ട് പോയി.
2 കുട്ടികൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആ പുറത്തോട്ട് പോയ കങ്കാരു ആട്ടോ ഇത്. എവിടെ അത്? ഇവിടെ ഉണ്ട്, ഒളിച്ചിരിക്കുകയാണ് കള്ളൻ. വീഡിയോക്കൊക്കെ പോസ് തരുന്നുണ്ട് കേട്ടാ. വീഡിയോ നോക്കണ്ട്. പിന്നെ ഇതും പാമ്പുകളുടെ തന്നെയാണ്. വെള്ളത്തിൽ കിടക്കണ പാമ്പ് കണ്ടിട്ട് അറക്കണ്. എന്താ ചെളി വെള്ളം കിടക്കണ പോലെ ഉണ്ട് ആ പാമ്പ് കിടക്കണ കണ്ടിട്ട്. പിന്നെ ഇതും പാമ്പ് തന്നെയാണ്. കണ്ട നല്ല ഇത് കണ്ടിട്ട് തന്നെ അറക്കണ്. പിന്നെ ഇവിടെ ചങ്ങല പോലെ കിടക്കണതില്ലേ, അതും പാമ്പ് തന്നെയാണ്. ഞാൻ അത് ഫസ്റ്റ് ചങ്ങല അല്ലതാന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് പാമ്പാട്ടാ. പിന്നെ ഇതും പാമ്പാണ്, ഈ മരത്തിൽ നിൽക്കണ ഇത് പാമ്പ് തന്നെയാണ്. എന്തൊരു വലുതല്ലേ, സ്റ്റാച്ചു പോലെ ഇരിക്കണേ. അടുത്തത് മുതലയാണ്. മുതലേനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. സ്റ്റാച്ചു പോലെ തന്നെ ഇരിക്കണേ. ഇതിപ്പോൾ സ്റ്റാച്ചു പോലെ ആയിരിക്കും. പിന്നെ നമ്മളേതെങ്കിലും ഒരു മനുഷ്യനോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ കടിച്ച് കീറും. പിന്നെ ഇത് ആമയാട്ടാ. ആമകളെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, വരി വരിയായിട്ട് നിൽക്കണം, അസംബ്ലി പോലെ. ഇത് വല്യമ്മയാന്ന് തോന്നുന്നു, ആമകളുടെ, അല്ലെങ്കിൽ വല്യപ്പൻ. പിന്നെ ഇത് പതുക്കെ നടന്നു വരണുണ്ട് കേട്ടാ. ഇവർ പതുക്കെ നടന്നു വരുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നണേ, ഇവരുടെ പുറത്ത് തോടില്ലേ, അത് കാരണം അതിൻ്റെ കനസഹിച്ച് വരുന്നതായിരിക്കും. പിന്നെ ഇത് ജിറാഫ് നോക്കി ചിരിക്കണ്ടിട്ട് നോക്കിയേ, നോക്കണ്ട് വീഡിയോക്ക്. ഇവർ പാവങ്ങളാട്ടാ, ഇവരൊന്നും ചെയ്യില്ല. കണ്ടിട്ട് നല്ല സൈസും ഇതൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഇവരൊന്നും ചെയ്യില്ല, പാവങ്ങളാ. കണ്ട പാവങ്ങൾ. അവരുടെ ഈ കുറേ ഐറ്റങ്ങളുണ്ട് ഈ ജിറാഫ്. അവരൊന്നും തല്ലി പിടിക്കാണ്ട് പാവങ്ങളായിട്ട് ഇരിക്കാനുണ്ട്. ഇവരൊന്നും ചെയ്യില്ല, അതാരണം. ഈ ബാംഗ്ലൂരിലത്തെ ഭാഷ കന്നഡയാട്ടാ. അടുത്ത് ഞങ്ങൾ മൈസൂർ പാലസിലേക്കാണ് വന്നേക്കണത്. ഒരു കൊട്ടാരം കേട്ടത്, ഭയങ്കര അത്യാവശ്യത്തിന് നല്ല സൈസ് ഉണ്ട്. ഈ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ രാത്രി ട്രെയിനിൽ കയറി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാൻ കേട്ടോ ഗായ്സ്. എത്ര പെട്ടെന്നാലേ ഈ ദിവസം തീർന്നേ. അപ്പം എല്ലാവർക്കും ബൈ ട്ടാ.